നമ്മളെല്ലാം ഇനിയൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം പശ്ചിമേഷ്യയിൽ ആക്രമണം അഴിച്ചുവിടുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇറാൻ ഇനി പഴയ ട്രാക്കിലല്ല പോരാടാൻ ഒരുങ്ങുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശത്രുവിന്റെ നീക്കം കാത്തിരുന്ന് തിരിച്ചടിക്കുന്നതിന് പകരം ഇനി മുൻകൈയെടുത്ത് കളം മാറ്റാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള 2ഉം 3ഉം നീക്കങ്ങൾ പോലും മുൻകൂട്ടി കണക്കുകൂട്ടേണ്ട ഭീതിതമായ അവസ്ഥയിലാണ് എതിരാളികൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന പരമ്പരാഗത പ്രതിരോധ നിലപാടാണ് ഇറാൻ ഉയർത്തിപ്പിടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആവശ്യമായ സമയത്ത് മുൻകൈയെടുക്കും, ഭീഷണികളെ നേരത്തെ തന്നെ നിർവീര്യമാക്കും എന്ന തരത്തിലുള്ള കടുപ്പിച്ച മുന്നറിയിപ്പാണ് ഇറാൻ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ യാദുള്ള ജവാനി എതിരാളികൾ ഇനി തന്ത്രപരമായ ആശ്ചര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ അന്താരാഷ്ട്ര രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ നടന്ന സൈനിക നടപടികളെ ഇറാൻ പ്രധാനമായും പ്രതിരോധത്തിന്റെ ഭാഗമായാണ് കണ്ടിരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് തുടക്കമിട്ടത് എതിരാളികളാണെന്നും അതിനുള്ള മറുപടിയാണ് തങ്ങൾ സൈനിക ശക്തി പ്രയോഗിച്ചതെന്നും ജവാനി വിശദീകരിച്ചു. എന്നാൽ ഇനി സ്ഥിതിഗതികൾ തീർത്തും വ്യത്യസ്തമായേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഭാവിയിൽ ഇറാന്റെ പ്രതികരണം വെറും തിരിച്ചടിയിൽ ഒതുങ്ങാതെ മുൻകൈയെടുക്കുന്ന കൂടുതൽ അഗ്രസീവായ അവസ്ഥ കൈവരിച്ചേക്കാമെന്ന സൂചനയാണിത്. ഇറാനെതിരെ പുതിയ ആക്രമണം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന ശേഷം മാത്രം പ്രതികരിക്കുന്ന രീതി മാറ്റാൻ അവർ ഒരുങ്ങുകയാണ്. ഭീഷണി ഉയരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉറവിടത്തെ ലക്ഷ്യമിട്ട് തകർക്കുന്ന രീതിയിലേക്ക് സൈനിക നയം മാറാനുള്ള സാധ്യതയാണ് ജവാനിയുടെ വാക്കുകൾ അടിവരയിടുന്നത്. അതായത് ഇറാൻ പ്രതിരോധം എന്ന ആശയത്തെ കൂടുതൽ വിശാലമായി നിർവചിക്കുകയാണ്. നേരിട്ടുള്ള അക്രമത്തെ തടയുന്നതിനായി മുൻകരുതൽ ആക്രമണങ്ങൾ നടത്തുന്നതും ഭാവിയിൽ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെ ഇറാൻ അവതരിപ്പിച്ചേക്കാം. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇറാൻ സ്വന്തം സൈനിക തന്ത്രത്തെ പുനഃപരിശോധിക്കുന്നത്. ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും കമാൻഡ് സംവിധാനങ്ങൾക്കും നേരെ തിരിച്ചടികൾ ഉണ്ടായതോടെ പരിമിതമായ പ്രതികരണങ്ങൾക്ക് പകരം കൂടുതൽ വ്യാപകമായതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതോ ആയ പ്രഹരം നൽകാനാണ് അവരുടെ നീക്കം. എന്നാൽ ജവാനിയുടെ പ്രസ്താവനയിൽ ഇറാൻ ഏത് പ്രത്യേക സൈനിക നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഇത് ഉടൻ ഒരു യുദ്ധം തുടങ്ങുമെന്ന പ്രഖ്യാപനമല്ല, മറിച്ച് ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാനും ഇറാനെ തൊടും മുൻപ് 50 വട്ടം ചിന്തിപ്പിക്കാനും വേണ്ടിയുള്ള തന്ത്രപരമായ മുന്നറിയിപ്പായി കണക്കാക്കാം. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ വാചകങ്ങളിലേക്കല്ല, മറിച്ച് അവരുടെ അടുത്ത സൈനിക നീക്കത്തിലേക്കാണ്. ആക്രമണം ഉണ്ടായ ശേഷം മാത്രം തിരിച്ചടിക്കുന്ന രീതി വിട്ട് ഭീഷണി മുളയിലെന്നുള്ളുന്ന പുതിയ ശൈലിയിലേക്ക് ഇറാൻ മാറിയാൽ പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങൾ ആകെ മാറി മറിയും. ജവാനിയുടെ തന്ത്രപരമായ ആശ്ചര്യങ്ങൾ എന്ന വെല്ലുവിളി യുദ്ധഭൂമിയിൽ നടപ്പിലായാൽ ലോകം വലിയൊരു വൻകര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി എതിരാളികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഇറാന്റെ ആദ്യ നീക്കം തടയുക എന്നത് മാത്രമല്ല, ആ നീക്കത്തിന് പിന്നിലുള്ള 2ാമത്തെയും 3ാമത്തെയും അടവുകൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നതുകൂടിയാണ്.